അഖിൽ ദിവസവും 5-2/3 മണിക്കൂർ പഠിക്കുന്നു. ശാസ്ത്രത്തിനും ഗണിതത്തിനും വേണ്ടി അവൻ തൻ്റെ സമയത്തിൻ്റെ 2-4/5 മണിക്കൂർ നീക്കിവെക്കുന്നു. മറ്റ് വിഷയങ്ങൾക്കായി അവൻ എത്ര സമയം നീക്കിവെക്കുന്നു? അഖിൽ ആകെ എത്ര സമയം പഠിക്കുകയാണ്? അഖിൽ ആകെ ഒരു ദിവസം 5-2/3 മണിക്കൂർ പഠിക്കുന്നു. അഖിൽ ആകെ ഒരു ദിവസം 5-2/3 മണിക്കൂറാണ് പഠിക്കുന്നത്, ആകെ പഠിക്കുന്നത്. അതിൽ ശാസ്ത്രത്തിനും ഗണിതത്തിനും മാത്രമായിട്ട് 2-4/5 മണിക്കൂറാണ്. ശാസ്ത്രത്തിനും ഗണിതത്തിനും കൂടി മാത്രം 2-4/5 മണിക്കൂർ കാണേണ്ടത്. അപ്പോൾ മറ്റ് വിഷയങ്ങൾക്ക് എത്രയാണ്? അപ്പോൾ മറ്റു വിഷയങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ബാക്കി വിഷയങ്ങൾക്ക് നമുക്ക് ബാക്കി കാണാൻ എന്താ ചെയ്യുക? കുറയ്ക്കുക ചെയ്യുക, അല്ലേ? ആകെയുള്ളതെന്ന് മറ്റേത് കുറയ്ക്കുക. അപ്പോൾ ആകെ ഇവിടെ എത്രയാണ്? 5-2/3. ആകെ പഠിക്കാൻ നീക്കി വെച്ച സമയം 5-2/3 മണിക്കൂറാണ്. അതിന്ന് ശാസ്ത്രത്തിനും ഗണിതത്തിനും വേണ്ടി മാത്രം മാറ്റി വെച്ചത് കുറയ്ക്കുക. അത് എത്രയാണ്? 2-4/5. ഇത് കുറച്ചാൽ എന്ത് കിട്ടും? ആകെയുള്ളതെന്ന് ശാസ്ത്രവും ഗണിതവും കൂടി ചേർത്ത് കുറച്ചാൽ മറ്റ് വിഷയങ്ങളുടെ കിട്ടും. ഇത് കുറയ്ക്കണം. ഇത് കുറയ്ക്കാൻ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുക. I3 15-2 17/3. I3 15-2 17/3 കുറയ്ക്കണം. അതുപോലെ 2 10 4 14/5. 2 10 4 14/5. ഇതെങ്ങനെ കുറയ്ക്കുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ പോലെ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ പോലെ ചെയ്യുക. 17 × 5 85. ഇടത്ത് ചിഹ്നം കുറയ്ക്കണം. 3 × 14 42. ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. 3 × 5 ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. 3 5 15. ഇത് കുറയ്ക്കുക. 5 2 കുറച്ചാൽ 3, 8 4 കുറച്ചാൽ 4. 43/15. നമുക്ക് ഇതിനെ മിശ്ര ഭിന്നാക്കാം, ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. 43 2 15 30. 3 15 45 അല്ലേ? അപ്പോൾ 2 15 30. ശിഷ്ടം 30 43 ഒരു 13 വരും. 2 15 30 കഴിഞ്ഞാൽ 43 ഒരു 13. അപ്പോൾ 2 13/15 മണിക്കൂറാണ് ബാക്കി വിഷയങ്ങൾ പഠിക്കാൻ അഖിൽ നീക്കി വെച്ചിരിക്കുന്നത്.